ഹലോ, അസ്സലാമു നമസ്കാരം. വെൽക്കം ടു സനാമാസ് ലിറ്റിൽ വേൾഡ്. ഇപ്പോൾ രാവിലെ ഒരു 8 മണി കഴിയുന്നു. രാവിലെ ഇന്ന് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കടലക്കറി വിത്ത് പൊറോട്ട ആണ്. ഈസി മെത്തേഡുള്ള ഒരു കടലക്കറിയുടെ ഡിഷാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ വളരെ ഈസി മെത്തേഡിൽ ഒരു കടലക്കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് രാവിലെ തിരക്കായിരിക്കുമല്ലോ മിക്കപ്പോഴും. അപ്പോഴെല്ലാം നമുക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു കടലക്കറിയാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. ചിലപ്പോൾ മിക്കവർക്കും അറിയാമായിരിക്കാം, എന്നാലും ഞാനൊന്ന് ഷെയർ ചെയ്യുന്നു. ആദ്യം ഈ കടല 2 കടലയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളയുണ്ട്, ബ്ലാക്കും ഉണ്ട്. കടല കുക്കറിലേക്ക് ഇടുക. അത്ര കടലയ്ക്ക് ആവശ്യമായ ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കൂടുതൽ സ്ലിമ്മായിട്ടൊന്നും അരിയണ്ട കേട്ടോ. ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു 5-6 വെളുത്തുള്ളി, ചെറിയ 2 തക്കാളി, 4 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് മസാലകളൊക്കെ കുറച്ച് മതിയേ. ഈ 1 സ്പൂണിൽ മുളക് പൊടി, ഒരു 3/4 സ്പൂൺ വരുന്ന മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾ, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിങ്ങനെ പിച്ചിട്ട് കൊടുക്കാം. ഈ ടൈം വേണമെങ്കിൽ ഗരം മസാല ചേർക്കാം, കുറച്ച് ചേർക്കാം. ഞാൻ സാധാരണ ലാസ്റ്റ് ഗരം മസാല ഇതിൽ ചേർക്കാറുള്ളത്, എന്നാലും കുഴപ്പമില്ല. ഈ ടൈമിൽ കുറച്ച് ഗരം മസാല കുറച്ചേ ഉള്ളൂ കേട്ടോ. ലാസ്റ്റ് കുറച്ചുകൂടി ചേർക്കാം. ചേർത്തതിന് ശേഷം ചൂടുവെള്ളമാണ് കേട്ടോ. ഈ ഒരു ബൗളിൽ ഒരു 2 ഗ്ലാസ് വരും വെള്ളം കൂടി അതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്യാൻ വെക്കാം. ഒരു 6 വിസിലെങ്കിലും അടിച്ചതിന് ശേഷം പിന്നെ ഒരു കുറഞ്ഞ സിമ്മിൽ ഇട്ട് ഒരു 1-2 വിസിൽ കൂടി കേട്ടിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടലക്കറി ഏകദേശം കുക്കായിട്ടുണ്ട്. ഒരു 5 വിസിൽ കേട്ടതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. ആദ്യം 5 വിസിൽ കേട്ടതിന് ശേഷം പിന്നെ കുറച്ച് ടൈം കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തു. ഇപ്പോൾ തന്നെ ഏകദേശം നല്ല തിക്നെസ് ഉണ്ട്. പിന്നെ ഈ തിക്നെസ് ഇത്തിക്കൂടി കൂട്ടാനായിട്ട് ഞാനൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. ഇതിൽ നിന്ന് കുറച്ച് കടല, അത് ഗ്രേവിയോടുകൂടി തന്നെ എടുത്താലും കുഴപ്പമില്ല. കുറച്ച് കടല എടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ സ്മാഷ് ചെയ്ത് ഇടുക. ഇതിൽ കൂടി ആഡ് ചെയ്ത് ഇതിനെ താളിച്ച് നമുക്കെടുക്കാം. സ്മാഷ് ചെയ്ത കടലയാണ് കേട്ടോ. അതും കൂടി അതിലിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് താളിക്കണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ താളിച്ചാൽ മതി. ഈ സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഗരം മസാലയും കൂടി ചേർത്താലും മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് താളിക്കാമെന്ന് കരുതിയിട്ട് താളിക്കുന്നത് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ഗരം മസാല ഈ സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. സ്വല്പം കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതും. വെളിച്ചെണ്ണയുടെ അളവ് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന, ഹെൽത്തി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നമ്മുടെ ഈസി മെത്തേഡായിട്ടുള്ള ഈ കടലക്കറി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് പൊറോട്ടയും ചെറുതായിട്ട് ഒന്ന്
മുക്കി ഇത് കടലേക്ക് എടുത്തു. അതിൻ്റെ കൂടെ സുലൈമാനി ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. നമുക്ക് തോന്നും കടലക്കറിയും പെറോട്ടയും ഒരു കോമ്പിനേഷൻ ആണോ എന്ന് തോന്നും. പക്ഷെ നിങ്ങളൊന്ന് ഒരിക്കലെങ്കിലും വെച്ച് നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്. ബീഫിനെക്കാളിലും ചിക്കനെക്കാളിലും ഒക്കെ ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ പെറോട്ടയുടെ വീഡിയോ ഇനി ഇടാം കേട്ടോ. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ഇടാം. എൻ്റെ വീഡിയോ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു കുക്കിംഗ് വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.